നമസ്കാരം. ഒരു മിനിറ്റ് ഒരു ഫോൺ കോൾ എനിക്ക് 1350 രൂപ ലാഭം ഉണ്ടാക്കി തന്നു. നമ്മൾ പലപ്പോഴും നമ്മൾ പരിചയമുള്ള കടയിൽ പോയി സാധനങ്ങൾ വാങ്ങും. നമ്മൾ വിചാരിക്കും വളരെ കുറച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയൊരു അനുഭവമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ കടയിൽ ഡ്രസ് വർക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കുന്നതിന് വേണ്ടി എനിക്ക് വളരെ പരിചയമുള്ള ഒരു കടയിലോട്ട് ചെല്ലുകയാണ്. അദ്ദേഹത്തിനടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ സാധനങ്ങൾക്ക് എത്ര വില വരും ഒന്ന് നോക്കി പറയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു 3000 രൂപ വരും, അപ്പോൾ നീ ആയതുകൊണ്ട് ഒരു 2850 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് പരിചയമുള്ള കട, 150 രൂപ കുറവ്, ഒന്നും നോക്കാനില്ല. ഗൂഗിൾ പേ എടുത്തു, തുറന്നു, ട്രാൻസ്ഫർ ചെയ്യാൻ നേരം കഴിഞ്ഞ മാസം ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ചാലക്കുടി മാർക്കറ്റിൽ നിന്നും ഒരു പച്ചക്കറി കടയുണ്ട്. മാർക്കറ്റിലോട്ട് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു പച്ചക്കറി കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി വെറുതെ ഒന്ന് വില ചോദിച്ചതാണ്. അപ്പൊ ഇവരുടെ തന്നെ വേറൊരു കട തൊട്ടപ്പുറത്തുണ്ട്. അവിടെ ചോദിച്ചപ്പോൾ അതിനേക്കാൾ വില കൂടുതൽ ഇവരുടെ ഈ കടയിൽ. അപ്പൊ ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ നിങ്ങളുടെ തന്നെ മറ്റൊരു കടയിൽ ഇതിനേക്കാൾ വില കുറവാണല്ലോ, പെട്ടെന്ന് 200 മീറ്റർ അപ്പുറത്തുള്ള കടയിലേക്കാൾ വില ഇവിടെ കൂടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തനിക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി, ഞങ്ങൾ ഇങ്ങനെയൊക്കെ വിൽക്കുള്ളൂ, നിങ്ങളെ നന്നാക്കാനല്ല ഞാനിരിക്കണേന്ന് പറഞ്ഞു. ആ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി മറ്റൊരു കടയിൽ പോയി വാങ്ങിച്ചു. മറ്റൊരു കടയിൽ ചെന്നപ്പോഴും ബഹുരസമായത്, കാരണം ഈ രണ്ട് കടയേക്കാളും ഭയങ്കര കുറവ്. അപ്പൊ അന്ന് ഞാൻ പഠിച്ചു, ഇത് നമുക്ക് വില കമ്പയർ ചെയ്ത് വാങ്ങിക്കുക, അതോടൊപ്പം ഇത്തരം സംസാരങ്ങൾ കേൾക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാമല്ലോ. നമ്മളെ പറ്റിക്കുകയും ചെയ്യുന്നു, എന്നിട്ട് അവരുടെ ഇത്തരത്തിലുള്ള സംസാരങ്ങളും കൂടി ഒഴിവാക്കാമെന്ന് കരുതിയിട്ട് തന്നെ ഞാൻ അന്ന് വിചാരിച്ചാണ് മറ്റൊരു സ്ഥലത്തും കൂടി ഇനി വാങ്ങിക്കാൻ നേരത്തൊന്ന് കമ്പയർ ചെയ്ത് വാങ്ങിക്കണമെന്ന്. ആ ഒരു ചിന്ത എനിക്ക് ഇവിടെ ഇദ്ദേഹം കാണിക്കാൻ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശരിയാട്ടാ ഞാനിപ്പോ നോക്കാം, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് വേറൊരു കടയിലോട്ട് ഫോൺ നമ്പർ എടുത്ത് ഗൂഗിളിൽ തപ്പിയെടുത്ത് നമ്പർ എടുത്ത് വിളിച്ചു. അപ്പോൾ ആ പുള്ളി പറഞ്ഞു എൻ്റെ അടുത്ത് ആ സെയിം മെറ്റീരിയലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഏകദേശം 1500 രൂപയാണ് ഇതിന് വില വരുള്ളൂ, എന്നാലും നീ വന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വില പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി 1500 രൂപയ്ക്ക് സാധനങ്ങൾ കിട്ടിയെന്നുള്ളതാണ്. അതായത് 1350 രൂപ എനിക്ക് മറ്റേ കടക്കാരൻ തരാമെന്ന് പറഞ്ഞ ഡിസ്കൗണ്ടിന് 2850 ആയിരുന്നു. അപ്പൊ 1350 രൂപ, അപ്പൊ ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ 1500 രൂപയുടെ ലാഭം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആ കടക്കാരനെയോ അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളെ കുറ്റപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ചിലപ്പോൾ വില കൂടുതൽ പൈസയ്ക്കായിരിക്കും അദ്ദേഹം എടുക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പരിചയം എന്ന് പറയുന്നത് ഒരു ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടും എന്നുള്ള ഉറപ്പല്ല എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. വില ചോദിക്കുക, താരതമ്യം ചെയ്യുക, മറ്റു കടകളിൽ പോയി അതിന്റെ വില, ഈ സാധനങ്ങളുടെ സെയിം ബ്രാൻഡിന്റെ സാധനങ്ങൾക്ക് വില ചോദിക്കുക, അത്തരത്തിൽ വില ചോദിക്കുന്ന ഒരു സംസ്കാരം നാം വളർത്തിയെടുത്തേ നിർബന്ധമായി പറ്റൂ. കാരണം അല്ലെങ്കിൽ ഇതുപോലത്തെ ചതിക്കുഴികളിൽ നമ്മൾ പെട്ടുപോകാം. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയൂ. മാക്സിമം ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യൂ. നന്ദി, നമസ്കാരം.